ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ. ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം. പത്തും രണ്ടു രത്നക്കല്ലുകളാൽ തീർത്തതാം മന്ദിരം. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം.
എൻ സ്വഭവനേ. ആലാഖജാലങ്ങൾ നാമീച്ചെന്നെ ആനയിക്കും എൻ സ്വഭവനേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എന്തോ പ്രകാശിതം എന്തോ പ്രശോഭിതം എന്തോ പ്രകാശിതം എന്തോ പ്രശോഭിതം. ഹല്ലേലൂയ പാടും ശുദ്ധരേവം ആലയം പൂരിതം. ഹല്ലേലൂയ പാടും ശുദ്ധരേവം ആലയം പൂരിതം. ജ്ഞാനം പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. ജ്ഞാനം പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൂരെ മേഘപാളി ദൂരെ താരപഥ വീജിയിൽ. ദൂരെ മേഘപാളി ദൂരെ താരപഥ വീജിയിൽ. ദൂതവൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. ദൂതവൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 43-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പുതിയത് ചെയ്യുന്ന ദൈവം. ബിഹോൾഡ് ഐ മേക്ക് എവറിത്തിങ് ന്യൂ. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 21:5 പറയുന്നത്. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ സകലതും പുതുതാക്കുന്നു. എനിക്ക് ആ വാക്യങ്ങൾ രണ്ടും വലിയ ഇഷ്ടമാണ്. ഐ മേക്ക് എവറിത്തിങ് ന്യൂ. കുഞ്ഞുങ്ങൾക്ക് പുതിയത് ഇഷ്ടമല്ലേ? ഒരു പുതിയ ഷർട്ട്, ഒരു പുതിയ പാൻറ്, ഒരു പുതിയ ചെരുപ്പ്, ഒന്ന് പുതിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളൊന്ന് കേട്ടേ ശരിക്കും നിങ്ങൾ ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ ഒന്ന് പുതുതാക്കണം. നമ്മളൊരു പുതിയ വഴിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാം ഒന്ന് പുതുതാക്കണ്ടേ?
ചീത്ത സ്വഭാവമൊക്കെ ഒന്ന് മാറണം. ഒരു വാക്യം കൂടെ വായിക്കാം. യോശുവ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. യു ഹാവ് നെവർ ബീൻ ദിസ് വേ ബിഫോർ. പുതിയ വഴിയിലേക്കാണ് വരുന്നത്. കർത്താവ് എങ്ങനെയാണ് എങ്ങോട്ടാണെന്നും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദൈവത്തിന് അറിയാം. ഒരു കൊച്ചനോട് ചോദിച്ചു, മോനെ ഭാവി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എങ്ങനെ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ദൈവമക്കളെ? പക്ഷേ എനിക്ക് അത്ഭുതകരമായി തോന്നി അവൻ്റെ മറുപടി. എനിക്കൊന്നും അറിയാൻ വയ്യ, പക്ഷെ അറിയാവുന്ന ഒരുത്തനുണ്ട്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആ യേശു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയുന്നുണ്ട്. ജോലിയില്ലാത്തതും സാമ്പത്തികമായ ഞെരുക്കവും പണത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും എല്ലാം അറിയുന്ന ഒരു യേശുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു പുതിയ വഴിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. യേശു നിങ്ങളെ തീർച്ചയായിട്ടും വഴി നടത്തും. നിങ്ങളാരും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ആ ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളോട് കൂടിയിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളതായൊരു വാക്യമുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. അതുപോലെ നമുക്ക് കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഒരു കൊച്ചിൻ്റെ കൂടെ അമ്മയുണ്ടെങ്കിൽ പേടിയില്ല. അവൻ്റെ ധൈര്യം കൊണ്ടല്ല, അവൻ്റെ മിടുക്ക് കൊണ്ടല്ല. അമ്മ കൂടെയുണ്ട്, അമ്മ നോക്കിക്കോളും. ഞാൻ നിങ്ങളോട് ഈ വാർദ്ധക്യത്തിൽ 100% ഞാൻ പറയും, അനുഭവത്തോടെയാണ് പറയുന്നത്. കൂടെ നടന്ന് കരുതുന്ന ഒരു യേശുവപ്പയുണ്ട്. ഞാൻ ഏതെല്ലാം നല്ല വാക്കുകൾ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് തന്നെ എൻ്റെ പ്രാണപ്രിയനാണ്, എൻ്റെ ജീവൻ്റെ ജീവനാണ്, എൻ്റെ സർവസ്വമാണ്, എൻ്റെ ബലമാണ്, എൻ്റെ സന്തോഷമാണ്, എൻ്റെ സമാധാനമാണ്, എൻ്റെ നിത്യതയാണ്, എൻ്റെ ചിരിയാണ്. ദൈവമക്കളെ, ഈ വയസ്സനായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സർവസ്വവും യേശുവാണ്. അതിന് തികവായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ കാലങ്ങളിൽ അതുപോലെ ഒരു കർത്താവ് ഒരു യാഥാർത്ഥ്യമാണെന്നും അവൻ എന്നെ കാണുന്നുവെന്നും കരുതുന്നു എന്നുള്ളതായ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വിശ്വാസം എനിക്ക് തന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവനാമ മഹത്വം. ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ നടത്തും വളരെ ഉറപ്പാണ്. പക്ഷേ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ചില തീരുമാനങ്ങൾ വരണം. മേക്ക് ഡിസിഷൻസ് ആൻഡ് ഡിസിഷൻസ് വിൽ മേക്ക് യു. വളരെ വ്യക്തമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം. തീരുമാനങ്ങൾ 2 വിധത്തിൽ ആണുള്ളത്. ഒന്ന്, ഇന്ന കാര്യങ്ങൾ ചെയ്യുകയില്ല, നെഗറ്റീവായിട്ടുള്ളത്. രണ്ടാമത്തത് പോസിറ്റീവായിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ, ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ. ചെയ്യുകയില്ല നിങ്ങൾ തീരുമാനം അറിയാം. ഒരിക്കൽ തീരുമാനമെടുത്തു, പക്ഷെ പിന്നെയും പരാജയപ്പെട്ടു പോയെങ്കിലും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു തരാം. ദൈവമക്കളെ, മഹാനായ ബ്രൗണിംഗ് പറയും പിന്തിരിഞ്ഞു നോക്കാതെ ധീരതയോടെ മുന്നോട്ട് പോവുക. ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. പിന്തിരിഞ്ഞു നോക്കാതെ ധീരതയോടെ മുന്നോട്ട് പോവുക. കഴിഞ്ഞതായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു, അതുകൊണ്ട് ഇനി എനിക്ക് ജയിക്കാൻ സാധിക്കില്ല. ഫെയിലിയർ ഈസ് നോട്ട് ഫൈനൽ. പരാജയം എന്ന് പറയുന്ന ആത്യന്തികമായിട്ടല്ല. പിന്തിരിഞ്ഞു നോക്കാതെ ധീരതയോടെ മുന്നോട്ട് പോവുക. വീഴുന്നത് എഴുന്നേൽക്കാനാണ്, ഉറങ്ങുന്നത് ഉണരാനാണ്, തോൽക്കുന്നത് ജയിക്കാനാണ്. വിശ്വസിക്കുക. ഇത് മനോഹരമായ അവതരണമാണ് വാസ്തവത്തിലത്. ഹല്ലേലൂയ. മുന്നോട്ട് പോവുക. വീണോ? വീഴുന്നത് എഴുന്നേൽക്കാനാണ്. മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയോ? ഉറങ്ങുന്നത് ഉണരാനാണ്. പല രംഗത്തും തോറ്റുപോയോ? തോൽക്കുന്നത് ജയിക്കാനാണ്. വിശ്വസിക്കുക. അപ്പൊ തോൽവിയുണ്ട്, പരാജയമുണ്ട്, വിജയമുണ്ട്. പക്ഷേ നമുക്കൊരു ഡിസിഷൻ വേണം. വ്യക്തമായൊരു തീരുമാനം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സീക്രട്ട് പ്രയർ, പ്രൈവറ്റ് പ്രയർ, ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്കൊന്ന് മാറിയിരിക്കാമെങ്കിൽ തുടങ്ങാം. അങ്ങനെ പിന്നെ നിങ്ങൾ തന്നെത്താൻ ഇരുന്ന് പോകും.
ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു പ്രൈവറ്റ് പ്രയർ ഞാൻ തുടങ്ങും. വീട്ടിലൊരു കൊച്ചൻ വന്നു, അവൻ സ്കൂൾ ഇത് പൂർത്തിയാക്കാറായി. ഞാൻ ചോദിച്ചപ്പോൾ നീ വേദദിവസം വായിക്കും എങ്ങനെ? അത് ആൾട്ടർനേറ്റ് ഡേയ്സിലെ വല്ലപ്പോഴൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു തീരുമാനം എടുക്കുക, ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കും. എത്ര വാക്യങ്ങൾ? ഞാൻ ഒരധ്യായം ഒരധ്യായമെങ്കിലും വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു 10-15 വാക്യങ്ങളെങ്കിലും വായിച്ചു തുടങ്ങുക. അങ്ങനെ ഞാൻ പറഞ്ഞ പലറ്റോൻ്റെ വഴക്ക് പറയും, സാറേ ഒരധ്യായെങ്കിലും വായിക്കണ്ടേ? അപ്പൊ വേദപുസ്തകം എല്ലാ ദിവസവും വായിച്ചിരിക്കും. അതുപോലെ പ്രാർത്ഥനയുടേതായിരിക്കുന്ന കാര്യം അപ്പനും അമ്മയും പറയുന്ന എല്ലാം ഞാൻ അനുസരിച്ചിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ലോകപ്രസിദ്ധനായിരിക്കുന്ന മാർട്ടിൻ ലൂതർ, അദ്ദേഹം പുതുവർഷത്തിലൊരു തീരുമാനമെടുത്തു. എല്ലാം കൊണ്ടും കുഴപ്പക്കാരനായിരുന്നു. പലരെയും പ്രത്യേകിച്ച് മാതാക്കന്മാരെ വേദനിപ്പിക്കുന്ന ഒരു ചെറുപ്പകാലം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒറ്റ തീരുമാനം അന്നത്തെ, ഞാൻ മൂലം ആരുടെയും കണ്ണ് നിറയുവാനോ ഉള്ളം വേദനിക്കാനോ ഇടവരുത്തുകയും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ആരും ഞാൻ മുഖാന്തരം എൻ്റെ അമ്മ വേദനിക്കാൻ ഇടവരുത്തും, എൻ്റെ അപ്പൻ, എൻ്റെ പപ്പ, എൻ്റെ ഫാദർ വേദനിക്കാൻ ഇടവരുത്തും. തീരുമാനം നിങ്ങളുടെ പക്ഷത്ത് നിന്ന് അത് ജയിച്ചു നിൽക്കാനുള്ള കൃപ ദൈവത്തിന്റെ പക്ഷത്ത്. സ്ട്രെയിൻ എവരി നെർവ് ആൻഡ് മസിൽ ടു റീച്ച് ദിസ് ഗോൾ. സ്ട്രെയിൻ എവരി നെർവ് ആൻഡ് മസിൽ. സകല ഇല്ല കർത്താവ്, ഞാൻ അതിനുള്ള കൃപ എനിക്ക് തരണം. പരാജയപ്പെടേണ്ട നിങ്ങൾ. ബി എ വിന്നിങ് ക്രിസ്ത്യൻ. ബി എ വിന്നിങ് ക്രിസ്ത്യൻ. ജയാളിയായി നിങ്ങൾ തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. സാധിക്കും കേട്ടോ, വളരെ വ്യക്തമായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയ ദാവീദിനെ നിങ്ങൾക്കറിയാൻ പാടില്ലേ? ദാവീദ് ആരായിരുന്നു? ഒരു സമയത്ത് ആട്ടിടയനായിരുന്നു. ആടുകളെ മേച്ചോണ്ട് നടന്നതാ. അവിടുന്ന് ദൈവത്തിന്റെ കൃപ ആ ആട്ടിടനെ, ആ ബാലനെ ഉയർത്തിക്കൊണ്ടുവന്നു രാജാവാക്കി. ചുമ്മാ പാറപ്പുറത്തൊക്കെ കിടന്ന് കായ്കനികൾ തിന്ന് നീരുറയിൽ നിന്ന് കുടിച്ചു നടന്നായ ആ ആടിനെ നോക്കുന്ന ആട്ടുപാലൻ ഒരു ചെറിയ മുണ്ടുമൊക്കെ കൊടുത്ത് വടിയൊക്കെ പിടിച്ചുകൊണ്ട് നടന്ന് സിംഹാസനത്തിലായി. പ്രൗഢിയായി, പ്രതാപമായി, സ്ഥാനമായി. വേശ്യാവൃത്തിക്ക് സ്വന്തം പട്ടാളക്കാരൻ്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്ന് വേശ്യാവൃത്തി ചെയ്ത് അവൻ ഗർഭിണിയാക്കി. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഭർത്താവിനെ കൊല്ലാൻ തക്കവണ്ണം എല്ലാം ക്രമീകരിച്ച് കൊന്നുകളഞ്ഞു. ഈ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്ന് മദ്യം കുടിപ്പിച്ചു. മദ്യപാനവും വേശ്യാവൃത്തിയും കൊലപാതകവും ഒക്കെ ഈ ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. അത്ര നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് ഒരു മാനസാന്തരം കിട്ടി. ഇതുപോലെ ദൈവവചനം കേട്ടു. നാഥാൻ പ്രവാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ നാവിൽ കൂടി വന്ന ദൈവവചനം കേട്ടു. വ്യക്തമായൊരു തീരുമാനം, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി, ഇനി ഞാൻ അത് ആവർത്തിക്കുകയില്ല. വ്യക്തമായൊരു തീരുമാനമെടുത്തു. പിന്നെ അപ്പോസ്തല പ്രവൃത്തി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദാവീദിനെ കുറിച്ച് പറയണമെന്ന് അറിയാമോ? എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏറ്റവും വൃത്തികെട്ടവനാണ്. വേശ്യാവൃത്തിയും മദ്യപാനവും കൊലപാതകവും എല്ലാം ചെയ്തു വ്യക്തി ദൈവം സന്തോഷിക്കുന്നതായി. ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ബി എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ ഇൻ ദിസ് ഇയർ. ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ഈ ദിവസം വീട്ടിൽ വന്നു. ഞാൻ അവനോട് ആവർത്തിച്ച് പ്രാർത്ഥന മുറിയിൽ വെച്ച് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഐ വിൽ നെവർ ബി ദി സെയിം. ഐ വിൽ നെവർ ബി ദി സെയിം. ഞാൻ പഴയ വ്യക്തി ആയിരിക്കുകയില്ല. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും നടത്തും. ഈ പൗലോസ്ലീഹ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവത്തെയും ദൈവമക്കളെ ഉപദ്രവിച്ചവനാ. അന്ന് ശൗലെന്നായിരുന്നു പേര്. ഈ ശൗല് ദൈവമക്കളെ പിടിച്ചു കെട്ടി ജയിലിലാക്കി കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവം അവനെ തടഞ്ഞു നിർത്തി. വലിയൊരു മാനസാന്തരം ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് നടന്നു. വലിയൊരു മാനസാന്തരം നടന്നു. അവിടെ വെച്ച് നിർണായകമായ ഒരു തീരുമാനം. ആ തീരുമാനത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് പിന്നീട് ഫിലിപ്പിയർക്ക് ലേഖനം എടുത്തി 3-ാം അധ്യായം ഫിലിപ്പിയർ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, അത് നിങ്ങൾ ഇന്ന് ചെയ്യണം.
ഒന്ന് ഞാൻ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്? പിമ്പിലുള്ളത് മറന്നും പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ആ ദൈവത്തിന്റെ പരമവിലയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഒന്ന് കേട്ടത്, ഒരു സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരാളെ, ഒരു ദൈവവൈതലിനെ കല്ലെറിയുവാൻ നേതൃത്വം കൊടുത്ത യുവതലമുറയുടെ അനിശ്ചിത നേതാവാണ് ഈ ശൗല്. എന്തെല്ലാം ചെയ്തു കാട്ടി, കൊല നിശ്ചയിച്ചുകൊണ്ട് ആരെങ്കിലും ദൈവമക്കളെ കണ്ട കൊല്ലണം എന്നായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഐ ഫോർഗെറ്റ് ദി പാസ്റ്റ്. പിൻപിലുള്ളത് മറക്കുന്നു. ഐ വിൽ നെവർ ബി ദി സെയിം. പിൻപിലുള്ളത് മറക്കുന്നു. ആൻഡ് പ്രസ് ഫോർവേഡ് ടുവേഴ്സ് ദി ഗോൾ മാർക്ക്. നിങ്ങൾ തീരുമാനിക്കണമെന്ന്. വന്നതൊക്കെ വന്നു. ദൈവമേ, പല തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വന്നതൊക്കെ വന്ന് കർത്താവ് അതെല്ലാം ഇന്നിവിടെ ഇട്ടേച്ച് പോകണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു ഓട്ടമാണ്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം എടുത്ത് അതിന്റെ ആദ്യത്തെ വാക്യങ്ങളൊന്ന് വായിച്ചേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്ന് നിങ്ങൾ ക്രൂശിന്റെ ചുവട്ടിൽ ആദ്യപാദം വെച്ചുകൊണ്ട് കിരീടം പ്രാപിക്കണം. കർത്താവായി യേശുക്രിസ്തുവിന്റെ ഛായ പ്രാപിക്കണം. വിശുദ്ധി പ്രാപിക്കണം. ആത്യന്തികമായിട്ട് സ്വർഗത്തിലെത്തണം. ദൈവമക്കളെ, അതിനകത്തൊക്കെ വീഴ്ചകളൊക്കെ വരാം. തെറ്റുകൾ വന്നാലും കുഞ്ഞുങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. മഹാകവി വള്ളത്തോൾ ഒരിക്കൽ പാടി, എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ ഗമിക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് ഞാൻ. എത്തേണ്ടടുത്ത് എത്തണം എന്നുള്ള അദമ്യമായ അന്തരംഗത്തിലെ ആഗ്രഹത്തോടാണ് ഓടിയത്. പക്ഷേ മധ്യേ വീണുപോയി, തെറ്റുകളൊക്കെ വന്നുപോയി. പക്ഷേ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ മുന്നോട്ട് തന്നെ ഗമിക്കും. വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് ഞാൻ മുന്നോട്ട് ഗമിക്കും. സാധ്യമാണ് ദൈവമേ. ജയാളിയായിരിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. ഇങ്ങനെ ഓളവും തിരമാലയും ഇങ്ങനെ ആഞ്ഞടിച്ചു വരികയാണ്. ശിഷ്യന്മാരെ മുക്കിക്കളയാൻ തക്കവണ്ണം വളരെ ശുഭിതമായിരിക്കുന്ന ഗലീലാക്കടൽ. പക്ഷെ ആ കാറ്റിനെയും ഓളത്തെയും കാൽ കീഴാക്കി ചവിട്ടി താത്തിക്കൊണ്ട് ഉടയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വന്ന പടകിൽ കയറി, കാറ്റേ ശാന്തമാകുക, അടങ്ങുക, തീർന്നു. ജീവിതത്തിൽ ജയം തരുന്നൊരു കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. പിൻപിലുള്ളത് മറക്കുക. വൃത്തികെട്ട ചില ലൈംഗികമായിരിക്കുന്ന പാപങ്ങൾ, നിങ്ങളെ നശിപ്പിക്കുന്ന കാമാസക്തികൾ, ചില ലഹരി പദാർത്ഥങ്ങൾ, ചില പെൺകുട്ടികൾ, ഭാവി മുഴുവൻ നശിപ്പിക്കുന്നതായ ചില പൈശാചികമായിരിക്കുന്നതായ പ്രകൃതികളുണ്ട്. സേ നോ ടു ദാറ്റ്. ആൻ ആബ്സല്യൂട്ട് നോ. ഒരിക്കലുമില്ല. ഇതിന് നിങ്ങൾ ദൈവത്തെ വിളിച്ചാൽ മതി. ദൈവത്തെ വിളിച്ച തോമസ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്, തോമസ് ബ്രൗൺ. അദ്ദേഹം ഇതുപോലെ തീരുമാനമെടുത്തു, പക്ഷെ ജയം നൽകി. ദൈവത്തെ മറന്ന് നടന്നതായി സാക്ഷ്യപ്പെടുത്തുവാൻ ഒരു വഴിയും ഒരു സ്ഥലവും ഞാൻ ഓർക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ ഓർത്തു പോകണം, എൻ്റെ യേശു, എൻ്റെ യേശു എന്നൊരു വിളി. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജയം തരും. ഓട്ടക്കളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഓട്ടക്കളം നമ്മൾ ഓടാനായിട്ട് തുടങ്ങുക. ഇപ്പോൾ കലോത്സവമൊക്കെ നടക്കുന്നില്ല, വലിയ ഓട്ടം, മത്സരം നടക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ ഈ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഓടാനായിട്ട് പറ്റുമോ? ചില മുറുകെ പറ്റുന്നതായ അള്ളിപ്പിടിക്കുന്നതായ വസ്ത്രമൊക്കെ ഇട്ട് ഓടാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് കൊലോസ്യർ 3-ാം അധ്യായം 9-10 വായിച്ച്. കൊലോസ്യർക്ക് ലേഖനം അതിന് പറിച്ചു കളയേണ്ടതായ മുറുകെ പറ്റുന്ന പാപവും ഭാരവും വീടണം. അതിന് കൊലോസ്യ ലേഖനത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞ്. നിങ്ങൾ കേട്ടത്, പഴയ മനുഷ്യൻ, വൃത്തികെട്ട പാപ പ്രകൃതി, പുറത്തു പറയാൻ കൊള്ളില്ലാത്തതായ ചില വൃത്തികെട്ടതായ പാപങ്ങളും ചിന്തകളും വികാരങ്ങളും മോഹങ്ങളും നിങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ബുദ്ധിയെയും എല്ലാം അങ്ങോട്ട് ഇരുട്ടത്തേക്ക് കൊണ്ടുപോകുന്നതായ പൈശാചികമായിരിക്കുന്ന വൃത്തികെട്ടതായ കാമാസക്തികളും വൃത്തികെട്ടതായ കൂട്ടുകളും വേണ്ടാത്തതായ ചില കാഴ്ചകളും ചില ബ്ലൂ ഫിലിമുകളും എല്ലാം നിങ്ങളുടേതായിരിക്കുന്ന മനസാക്ഷിയെ കേടുവന്നതാക്കി തീർക്കുകയാണ്. അതിനെ സമൂലമായി ഉരിഞ്ഞു കളയണം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന
പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ ഒരു കൈലിമുണ്ട് വിട്ട് ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് നടന്നത്. കുറെ നേരത്തെ എന്തി അതിൻ്റെ മേളിലല്ല ഞാൻ ഇതിട്ടത്, അതങ്ങ് ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹത്തോടെ ഞാൻ ഇന്നും പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ഇന്ന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വൃത്തികെട്ട എന്തെല്ലാം ജീവിത വസ്ത്രങ്ങളുണ്ടോ അതിവിടെ ഉരിഞ്ഞു കളയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. റോമർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും. 13:14 നിങ്ങളൊന്ന് എഴുതിക്ക്. റോമർ 13:14. ഒറ്റ വാക്യം ഞാൻ പറഞ്ഞുതരാം. 13:14. പഴയ വൃത്തികെട്ട പാപ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും എഴുതിയത് റോമർ 13:14. Put on the new godly habit. Put on the new godly habit. Clothe yourself with the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളൊരു പുതിയ വസ്ത്രം ധരിപ്പിക്കുകയാണ്. നിങ്ങളെ നശിപ്പിക്കുന്ന നരകത്തിലേക്ക് തള്ളിയിടുന്നതായ വൃത്തികെട്ടതായ ജീവിത വസ്ത്രം ഇപ്പോൾ ഉരിഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിനോ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനേക പാപ സ്വഭാവമുള്ള വസ്ത്രം എൻ്റെ ജീവിതത്തിലുണ്ട്. ജീവിത വസ്ത്രം മലീമസമാണ്, കറവറ്റിയതാണ്, അശുദ്ധിയുള്ളതാണ്. ഹല്ലേലൂയ, ദുർഗന്ധം അമിക്കുന്നതാണ്. അനുസരണക്കേടിനുണ്ട്, മാതാക്കന്മാരെ വേദനിപ്പിച്ചതുണ്ട്, ചെയ്യേണ്ടത് ചെയ്യാത്തതും ചെയ്യരുതാത്ത ചെയ്തുമായ അനേക വൃത്തികെട്ട പാപങ്ങൾ. പഠിത്തത്തിൽ ഉഴപ്പിയത്, ജോലിയിൽ ഉഴപ്പിയത്, മോഷ്ടിച്ചത്, ബ്ലൂ ഫിലിം കണ്ടത്, സ്വയം അശുദ്ധമാക്കിയത് അനേക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പാപം ചെയ്തപ്പോൾ ശത്രു കൈകൊട്ടി ചിരിച്ചു. ഇപ്പോൾ ഈ പാപത്തോടും ആ പിശാചിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു, എന്നേക്കുമായി യാത്ര പറഞ്ഞു. പഴയവരായ വൃത്തികെട്ട പാപജീവിതത്തിന്റെ വസ്ത്രം മുഴുവനായിട്ട് ഉരിഞ്ഞു കളഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നിങ്ങൾ ഇപ്പോൾ ഒന്ന് ധരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു പുതിയ അധ്യായം തുടങ്ങും. അരുമനാഥന്റെ ആണിപ്പഴത്തുള്ള രക്തം പുരണ്ട കരം നിങ്ങളെ പിടിച്ച് പ്രവേശിപ്പിക്കും. ഹല്ലേലൂയ. തുടങ്ങിക്കഴിഞ്ഞു, ഇനി അത് തുടരാനുള്ള കൃപ നിങ്ങൾക്ക് തരും. ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി ചോദിക്കട്ടെ, എല്ലാവരും കണ്ണുകളടച്ച്. പഴയ വൃത്തികെട്ട പാപ സ്വഭാവത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഞാനൊരു പുതിയ സൃഷ്ടിയായി. ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുന്നതായ ഒരു വിശുദ്ധ ജീവിതം നയിക്കും എന്ന് തീരുമാനമുള്ളവർ അങ്ങനെ തീരുമാനമെടുത്താനുള്ള കൃപ ദൈവം തരും. ഞാനൊരു പുതിയ സൃഷ്ടി. ഐ വിൽ നെവർ ബി ദി സെയിം ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഐ വിൽ ബി എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ എന്ന് തീരുമാനിക്കുന്ന കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഞാൻ കാണുന്നില്ല, കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെല്ലാമുണ്ട്. സ്വർഗം കാണട്ടെ, സ്വർഗം ഹല്ലേലൂയ കാണട്ടെ. അവന്റെ രക്തമുരണ്ട കരം തലമേൽ വെക്കട്ടെ, ശക്തി പകർന്നു തരട്ടെ, പാപബന്ധനങ്ങൾ അഴിയട്ടെ, പഴയ വസ്ത്രം മാറട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കാൻ കൃപ തരട്ടെ. മഹത്വം തിരുമേനി എടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.